ഹലോ, വെൽക്കം ടു മാക്സിയോൺ. HSST-യുടെ 2022 മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മൊഡ്യൂൾ 4-നകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം 2019 അതായത് 484/2019 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള 2022 എക്സാം നടന്നിട്ടുള്ള HSST മാത്തമാറ്റിക്സിലെ ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മാക്സിയോണിൻ്റെ HSST മാത്സ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. മാർച്ച് 25 നമ്മുടെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30 ദിവസങ്ങൾ 30 ടെസ്റ്റ് സീരീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് HSST-യുടെ സ്റ്റാൻഡേർഡിന് യോജിച്ചുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ അതിൻ്റെ മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറുകളിലും അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ maxion.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് G be a non appealing group of order 6 then the number of subgroup of G of order 2 ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് G ഒരു നോൺ അപ്പീലിംഗ് ഗ്രൂപ്പാണ് ഓഫ് ഓർഡർ 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2 ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു 6 ഓർഡർ ആയിട്ടുള്ള നോൺ അപ്പീലിംഗ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? S6 നമുക്ക് എടുക്കാം, S3 നമുക്ക് എടുക്കാം അല്ലേ. S3 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ S3യുടെ ഓർഡർ എന്ന് പറയുന്നത് 6 ആണ്. S3 എന്ന് പറയുന്നത് ഒരു നോൺ അപ്പീലിയൻ ആയിട്ടുള്ള സബ് ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഈ ഒരു നോൺ അപ്പീലിയൻ ഗ്രൂപ്പിൻ്റെ നമുക്ക് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 2 എടുത്തു കഴിഞ്ഞാൽ S3-ക്കകത്ത് നമുക്ക് ടോട്ടൽ 3 സബ് ഗ്രൂപ്പുകളായിരിക്കും ഓർഡർ 2-നകത്ത് ഉണ്ടാവാം അല്ലേ. S3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? ഈ 1 2 1 3 അതേപോലെ തന്നെ 2 3 പിന്നെ നമുക്ക് വരുന്ന എന്തായിരിക്കും? നമുക്ക് 1 2 3 ആൻഡ് 1 3 2 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ S3 എന്ന് പറയുന്ന ഗ്രൂപ്പ് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സബ് ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ 2 ഓർഡർ സബ് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് വരുന്ന എന്തായിരിക്കും? ഈ 1 2 എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ 1 3 എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? നമുക്ക് ഈ 1 2 3 എന്ന് പറയുന്ന മറ്റൊരു സബ് ഗ്രൂപ്പ് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സബ് ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ S3-ക്കകത്ത് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 2 ആയിട്ട് വരുന്നത് 3 എണ്ണമാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് വരും, B2 എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് വരും, A1 എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് വരും. ഓപ്ഷൻ C അതായത് 3 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ നോൺ അപ്പീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6 എടുത്തു കഴിഞ്ഞാൽ അതിന് 3 സബ് ഗ്രൂപ്പുകളായിരിക്കും ഓർഡർ 2-ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഗ്രൂപ്പ്സ് ആർ ഐസോമോർഫിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിട്ടുള്ള പേഴ്സുകൾ ഐസോമോർഫിക് ആയിട്ടുള്ള പേഴ്സുകൾ ഏതാണ്, ഗ്രൂപ്പുകൾ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമതായിട്ട് Z16-ഉം Z4 ക്രോസ് Z4-ഉമാണ്. Z16-നെ സംബന്ധിച്ചിടത്തോളം Z16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ Z4 ക്രോസ് Z4 നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അബീലിയൻ ആണ്, പക്ഷേ സൈക്ലിക് അല്ലാത്തൊരു ഗ്രൂപ്പാണ് അല്ലേ. കാരണം M ക്രോസ് ZN സൈക്ലിക് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? M-ൻ്റെയും N-ൻ്റെയും GCD നമുക്ക് 1 ആയിരിക്കണം. അതായത് ZM ക്രോസ് ZN സൈക്ലിക് ആവണം എന്നുണ്ടെങ്കിൽ GCD ഓഫ് MN എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 4 ആയതുകൊണ്ട് GCD 1 അല്ല. Z4 ക്രോസ് Z4 എന്ന് പറയുന്നത് ഒരു നോൺ സൈക്ലിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ നമുക്ക് ഐസോമോർഫിക് ആയിരിക്കില്ല. കാരണം Z16 ഒരു സൈക്ലിക് ഗ്രൂപ്പും Z4 ക്രോസ് Z4 എന്ന് പറയുന്നത് നോൺ സൈക്ലിക് ഗ്രൂപ്പുമാണ്. ഐസോമോർഫിക് ആയിരുന്നുവെങ്കിൽ അവർ ഒരേ പ്രോപ്പർട്ടികൾ കാണിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ A ഫോൾസ് ആണെന്ന് പറയാം. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z2 എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ്, S3 എന്ന് പറയുന്നത് ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റില്ല? നമുക്ക് അബീലിയൻ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ Z2 ക്രോസ് S3 എന്ന് പറയുന്നത് നമുക്കൊരു നോൺ അബീലിയൻ ഗ്രൂപ്പും അതേപോലെ തന്നെ Z12 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ Z12 എന്ന് പറയുന്നത് എന്തായിരിക്കും? Z12 എന്ന് പറയുന്ന ഒരു സൈക്ലിക് ആയിട്ടുള്ള അബീലിയൻ ഗ്രൂപ്പും ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പം ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പും ഒരു അബീലിയൻ ഗ്രൂപ്പും ഒരിക്കലും എന്തായിരിക്കില്ല? നമുക്ക് ഐസോമോർഫിക് ആയിരിക്കില്ല. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് ഒഴിവാക്കാം. ഇനി മൂന്നാമത്തേലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ D4-ഉം Q8-ഉം ആണ്. D4-ഉം Q8-ഉം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എന്താണ്? നമുക്ക്
പരസ്പരം നോക്കിക്കഴിഞ്ഞാൽ നോൺ അബീലിയൻ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് രണ്ടും. D4 നോൺ അബീലിയൻ ആണ്. അതേപോലെ തന്നെ Q8 എടുത്തു കഴിഞ്ഞാലും ഇവ രണ്ടും നമുക്ക് നോൺ അബീലിയൻ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ എലമെൻസുകളെ ഓർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് D4 എടുത്തു കഴിഞ്ഞാൽ D4-നകത്ത് ഓർഡർ 2ലുള്ള എലമെൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആയിരിക്കും അല്ലേ. D4-നകത്ത് ഓർഡർ 2 എലമെൻസുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര എലമെൻസുകൾ ഉണ്ടാവും? മൊത്തം നമുക്ക് 5 എലമെൻസുകൾ ഉണ്ടാവും ഓർഡർ 2 ആയിട്ടുള്ള. എന്നാൽ ഇതിലേക്ക് വരുന്ന സമയത്ത്, നമുക്ക് Q8ലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓർഡർ 2 ആയിട്ടുള്ള എലമെൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. -1 മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഐസോമോർഫിക് ആയിരുന്നുവെങ്കിൽ അതിനകത്തുള്ള എലമെൻസുകളൊക്കെ ഒരേ പ്രോപ്പർട്ടികൾ നമുക്ക് കാണിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ D4-നകത്ത് നമുക്ക് ഒരു ഓർഡർ 2 എലമെൻസുകളുടെ എണ്ണം 5ഉം Q8-നകത്ത് ഓർഡർ 2 എലമെൻസുകളുടെ എണ്ണം 1ഉം ആണ്. അതായത് -1-ന് മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക? നമുക്ക് ഓർഡർ 2 ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് പറയാം? ഐസോമോർഫിക് അല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷനും അതേപോലെ തന്നെ കോംപ്ലക്സ് നമ്പർ അണ്ടർ അഡീഷനും എന്തായിരിക്കും? പരസ്പരം ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 36. നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 36 ആണ്. അപ് ടു ഐസോമോർഫിസം എത്ര അബീലിയൻ ഗ്രൂപ്പുകൾ ഉണ്ട് ഓർഡർ 36 എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓർഡർ 36നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ്, ഏതൊരു ഓർഡറിലുള്ള അബീലിയൻ ഗ്രൂപ്പ്സുകളാണെങ്കിലും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് കറസ്പോണ്ടിങ്ലി നമുക്ക് ഇപ്പോൾ ഗ്രൂപ്പ് 36 ആയതുകൊണ്ട് തന്നെ 36നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 36നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? നമുക്ക് 2² × 3² എന്നായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. 4 × 9 ആണ്. അപ്പോൾ 2² × 3² ആയിരിക്കും നമുക്ക് കറസ്പോണ്ടിങ്ലി 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ ജനറൽ ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണ്. ആ n-നെ നമുക്ക് P1⁻n1 P2⁻n2 പ്ലസ് എക്സെട്ര PR⁻nr എന്നുള്ള എഴുതി കഴിഞ്ഞാൽ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളെ പവറിലുള്ള എലമെൻസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പാർട്ടീഷനുകളുടെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് P(n1) P(n2) എക്സെട്ര P(nr) എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 36 ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ 36ലെ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവറിലുള്ള എലമെൻസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പാർട്ടീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പാർട്ടീഷനുകളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ P(2) × P(2) ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. P(2) × P(2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? P(2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന് നമുക്ക് ടോട്ടൽ 2 പാർട്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. 2 എന്ന് പറയുന്നൊരു പാർട്ടീഷനും 1+1 എന്ന് പറഞ്ഞ പാർട്ടീഷനും. അതേപോലെ തന്നെ അടുത്തതും P(2) തന്നെ ആയതുകൊണ്ട് പാർട്ടീഷൻ ഓഫ് 2 അതും 2 ആയിരിക്കും. സോ 2 × 2 നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 4 എന്ന് വരുന്നുണ്ടാവും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു ഐസോമോർഫിസം നമ്മുടെ കയ്യിൽ 4 അബീലിയൻ ഗ്രൂപ്പുകളാണ് 36 ഓർഡറിലുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ. ലെറ്റ് G be a group of order n. Then G is cyclic if n is. G എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണ്. G സൈക്ലിക് ആവണമെങ്കിൽ n-ന്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇവിടെ എല്ലാ ഓപ്ഷൻസുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം PQ ഓർഡറിലുള്ള ഗ്രൂപ്പുകളാണ് അല്ലേ. അതായത് ഇപ്പോൾ 15നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15നെ നമുക്ക് 3 × 5 എന്ന് എഴുതാം. അതേപോലെ തന്നെ 21 നോക്കിക്കഴിഞ്ഞാൽ 3 × 7 എന്ന് എഴുതാം. അതേപോലെ 39 നോക്കിക്കഴിഞ്ഞാൽ 3 × 13 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് 55നെ നോക്കിക്കഴിഞ്ഞാൽ 5 × 11 എന്ന് എഴുതാം. ഇതെല്ലാം ഏത് ഓർഡറിലാണ്? PQ ഓർഡറിലാണ്. അതായത് പിയും ക്യൂവും പ്രൈമുകളായിട്ടുള്ള ഓർഡറിലാണ്, നമുക്ക് പ്രൈമിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ PQ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് നമുക്ക് ഓർഡർ PQ ആണെങ്കിൽ P divides Q-1 ആണെങ്കിൽ, അല്ലെങ്കിൽ P does not divides Q-1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി P divides Q-1 ആണെങ്കിൽ അവിടെ നമുക്ക് 2 ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടാവും. ഒന്ന് നമുക്ക് എന്തായിരിക്കും? അബീലിയൻ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് നമുക്ക് വരുന്നുണ്ടാവും. അത് അബീലിയൻ മാത്രമായിരിക്കില്ല, അത് സൈക്ലിക് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് കൂടെ ആയിരിക്കും. അതായത് നമുക്കൊരു സൈക്ലിക് ഗ്രൂപ്പ് ഉണ്ടാവും, അതേപോലെ നമുക്ക് എന്തും ഉണ്ടാവും? നമുക്കൊരു നോൺ അബീലിയൻ ഗ്രൂപ്പ് നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള PQ ഓർഡറിലുള്ള ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഓപ്ഷൻ എയിൽ നോക്കിക്കഴിഞ്ഞാൽ
ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 15 ആണ്. 15 നമുക്ക് 3 into 5 എന്ന് എഴുതാം. അവിടെ 3 നോക്കിക്കഴിഞ്ഞാൽ 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 5 - 1 ആണ്. 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 5 - 1 ആയതുകൊണ്ട് തന്നെ, അതായത് 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 4 ആയിരിക്കും. 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 4 ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എന്തായിരിക്കും? ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? പി ഡസ് നോട്ട് ഡിവൈഡ്സ് Q - 1 ആണ്. അപ്പോൾ ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും. ഓപ്ഷൻ എ നമുക്ക് ട്രൂ ആണെന്ന് പറയാം. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓർഡർ 21 എടുത്തു കഴിഞ്ഞാൽ 21നെ നമുക്ക് 3 into 7 എന്ന് എഴുതാം. അവിടെ 3 ഡിവൈഡ് 7 - 1 ആണ്. അപ്പം നമുക്ക് അവിടെ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. സൈക്ലിക്കും ഉണ്ടാവാം, നോൺ അബീലിയനും ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ 39ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 39നെ നമുക്ക് 3 into 13 എന്ന് എഴുതാം. 3 into 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിവൈഡ്സ് എന്താണ്? 13 - 1 ആണ്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കി കളയാം. ബാക്കി നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 ആണ്. 15 എന്ന് പറയുമ്പോൾ എന്താണ്? 55 ആണ്. 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 into 11, 5 ഡിവൈഡ്സ് 11 - 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ PQ ഓർഡറിലുള്ളൊരു ഗ്രൂപ്പ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് P ഡസ് നോട്ട് ഡിവൈഡ്സ് Q - 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും? ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് G be a group of order 28, then which of the following statement is true? അതായത് ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമതായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്? G ഒരു സിമ്പിൾ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഓഫ് ഓർഡർ 28 സിമ്പിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 2 സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 7 ഉണ്ട്. മൂന്നാമത്തെ നമുക്ക് G ഹാസ് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 7 ആണ്. ആൻഡ് നാലാമത്തെ നമ്പർ ഓഫ് സബ് എലമെന്റ്സ് ഓഫ് ഇൻ G ഓഫ് ഓർഡർ 7 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ G, അതായത് ഓർഡർ 7ലുള്ള 7 എലമെന്റ്സുകൾ ഉണ്ടെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോർമൽ ആണോ എന്നുള്ളത്, ഗ്രൂപ്പ് ഓഫ് ഓർഡർ 7 നോർമൽ ആണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പിൻ്റെ ഓർഡർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 28 ആണ്. 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് 2² into 7 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ 2² into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സൈലോ 2 സബ് ഗ്രൂപ്പ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് സൈലോ 7 സബ് ഗ്രൂപ്പ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സൈലോ 2 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സൈലോ 2 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2² എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 4 വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സൈലോ 7ൻ്റെ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 7⁻1 ആയതുകൊണ്ട് 7 ആയിരിക്കും. അപ്പോൾ നമുക്കിനി എന്ത് ചെക്ക് ചെയ്യാം? നമുക്ക് ഈ സൈലോ 7 സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇത് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അതിന് നമുക്ക് നമ്പർ ഓഫ് സൈലോ 7 സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സൈലോ P സബ് ഗ്രൂപ്പ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? K = 1 + PT, ദിസ് ഈസ് ഈക്വൽ ടു K ആയിരിക്കും. അവിടെ K എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + PT ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് കറസ്പോണ്ടിംഗ്ലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് സൈലോ 7 സബ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സൈലോ 7 സബ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? നമുക്ക് നോക്കാം, കെയുടെ വാല്യൂ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ കെ നമുക്ക് നോക്കാനായിട്ട് P ആയിട്ട് ഇവിടെ 7 ഉണ്ടാവും. ടിയുടെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവും? 0, 1, 2 etc. എന്ന് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഫസ്റ്റ് T = 0 ആവുന്ന സമയത്ത് K = 1, അത് ഡിവൈഡ്സ് എന്തായിരിക്കും? ഓർഡർ ഓഫ് G ആയിരിക്കും. അത് ഏതൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി T = 1 ആണെങ്കിലോ K = നമുക്ക് എന്ത് വരുന്നുണ്ടാവും? K = 1 + 7. 1 + 7 എന്ന് പറഞ്ഞാൽ 8 ഡസ് നോട്ട് ഡിവൈഡ്സ് ഓർഡർ ഓഫ് G ആണ്. ഇനി T = 2 നോക്കിക്കഴിഞ്ഞാൽ K എന്ത് വരുന്നുണ്ടാവും? 1 + 14 ആയിരിക്കും. 1 + 14 എന്ന് പറഞ്ഞാൽ 15 ഡസ് നോട്ട് ഡിവൈഡ്സ് ഓർഡർ ഓഫ് G. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഏതെടുത്തു കഴിഞ്ഞാലും നമുക്കത് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആകെ നമുക്ക് ഇത് പോസിബിൾ ആയിട്ടുള്ളത് K എന്ത് ചെയ്യണം? K ഓർഡർ ഓഫ് Gനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആകെ പോസിബിലിറ്റി വരുന്ന എന്ത് മാത്രമേ ഉള്ളൂ? K = 1 മാത്രമേ ഉള്ളൂ. അതായത് നമ്പർ ഓഫ് സൈലോ 7 സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഒരു സൈലോ 7 സബ് ഗ്രൂപ്പ് മാത്രമേ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുള്ളൂ? ഈ ഒരു 28 ഓർഡർ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഒരു സബ് ഗ്രൂപ്പ് സൈലോ 7 സബ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സൈലോ 7 സബ് ഗ്രൂപ്പിൽ ഒരെണ്ണം മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ സബ് ഗ്രൂപ്പ് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമ്പർ ഓഫ് സൈലോ 7 സബ് ഗ്രൂപ്പ് 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ നോർമൽ സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്തായിട്ട് മാറി? സിമ്പിൾ അല്ലാതായിട്ട് മാറി.
അല്ലേ? സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് ഇല്ലെങ്കിലാണ് നമ്മൾ സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു നോർമൽ സബ് ഗ്രൂപ്പ് സൈലോ 7 സബ് ഗ്രൂപ്പ് എടുത്ത സമയത്ത് ഒരു 7 ഓർഡർ ആയിട്ടുള്ള നോർമൽ സബ് ഗ്രൂപ്പ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും തെറ്റാണ്. നമുക്ക് എന്താണ്? ഒരൊറ്റ സബ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അത് നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും, അല്ലേ? ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ജി ഹാസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 7 എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ജി ഓഫ് ഓർഡർ 7 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈലോ 7 സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈം ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഈ ഒരു സബ് ഗ്രൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈക്ലിക് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഈ സൈക്ലിക് സബ് ഗ്രൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ടോട്ടൽ 6 എലമെന്റ്സുകൾ, അല്ലെ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 7 എടുത്തു കഴിഞ്ഞാൽ സൈക്ലിക് സബ് ഗ്രൂപ്പിൽ നമുക്ക് എന്താണ് ആ ഒരു ഐഡന്റിറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സുകൾക്കും നമുക്ക് എന്തുണ്ടാവും? 7 ഓർഡർ നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സൈലോ 7 സബ് ഗ്രൂപ്പിനകത്ത് 6 എലമെന്റ്സുകളുടെ ഓർഡർ 7 ആയിരിക്കും, ഒന്ന് ഐഡന്റിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് മാത്രമേ നമുക്കുള്ളൂ, അല്ലെ? അങ്ങനെ ഒരു സൈലോ 7 സബ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 7 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം നമ്മളിവിടെ നോർമൽ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ബാക്കിയുള്ള എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലാസ് ഇക്വേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 10? ഗ്രൂപ്പ് ഓഫ് ഓർഡർ 10ൽ നമുക്ക് ക്ലാസ് ഇക്വേഷൻ ആവാൻ സാധ്യതയുള്ളത് ഇതിലേതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ക്ലാസ് ഇക്വേഷൻ എഴുതുന്നുണ്ടാവുക, നമ്മൾ എങ്ങനെയായിരിക്കും ക്ലാസ് ഇക്വേഷൻ പറയുന്നുണ്ടാവുക? ഇപ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനകത്ത് സെൻറ്റർ ഓഫ് ജി അല്ലെങ്കിൽ സെഡ് ഓഫ് ജി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സെഡ് ഓഫ് ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്ററിനകത്ത് എത്ര എലമെൻസുകൾ ഉണ്ടോ അത്രയും വണ്ണുകൾ നമുക്ക് ഉണ്ടാവും, പ്ലസ് നമ്മുടെ കോൺജുഗേറ്റ് ക്ലാസ്സിനകത്തുള്ള എലമെൻസുകൾ ഉണ്ടാവും. അതാണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഏതൊരു ഓർഡർ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ഐഡന്റിറ്റി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇസഡ് ഓഫ് ജിക്കകത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇസഡ് ഓഫ് ജിക്കകത്ത് ഒരു എലമെന്റ് നമുക്ക് ഉറപ്പായിട്ടുണ്ടാവും, അല്ലേ? ഈ ബിലോങ്സ് ടു എവിടെയായിരിക്കും? ഇസഡ് ഓഫ് ജിക്കകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ക്ലാസ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു വണ്ണ് നിർബന്ധമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ നമുക്ക് ഒഴിവാക്കാം. കാരണം 10 നോക്കിക്കഴിഞ്ഞാൽ 10 = 2 + 2 + 2 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് ഇസഡ് ഓഫ് ജിക്കകത്ത് എത്ര എലമെന്റ്സുകൾ ഉണ്ടോ അത്രയും വണ്ണുകൾ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇസഡ് ഓഫ് ജിക്കകത്തുള്ള എലമെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു നോൺ അബീലിയൻ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് വരുന്നുണ്ടാവും? നമുക്ക് ഒരു വണ്ണ് നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാവും. ബാക്കിയുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാ എലമെന്റ്സുകളും എന്തായിരിക്കും? സെൻറ്റർ ഓഫ് ജിക്കകത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നുണ്ടാവുക, അല്ലേ? ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ നമുക്ക് ഇപ്പോൾ n ആണ്. ജി എന്ന് പറയുന്നത് എന്താണ്? ഒരു അബീലിയൻ ഗ്രൂപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അബീലിയൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്ലാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n = നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 1 + 1 + 1 + 1 അങ്ങനെ n ടൈംസ് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 1. ഇതായിരിക്കും നമ്മുടെ ക്ലാസ് ഇക്വേഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിറ്റിയും സെൻട്രൽ ഇല്ലാത്ത പോലെയാണ് നമുക്ക് ഓപ്ഷൻ എ വരുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ക്ലാസ് ഇക്വേഷനിൽ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ക്ലാസ്സിനകത്തുള്ള എലമെന്റ്സുകളാണ് അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ക്ലാസ് ഇക്വേഷനകത്തുള്ള എല്ലാ നമ്പേഴ്സുകളും എന്തായിരിക്കണം? നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3 നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? 3 എന്ന് പറയുന്നത് 10നെ ഡിവൈഡ് ചെയ്യുന്നില്ല, അല്ലേ? 3 does not divides 10 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ക്ലാസ് ഇക്വേഷനിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതായത് അത് ക്ലാസ് ഇക്വേഷൻ ആവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. ഉറപ്പായിട്ടും നമുക്ക് എന്ത് വേണം? നമുക്ക് ഓരോ എലമെന്റുകളും ക്ലാസ് ഇക്വേഷനകത്തുള്ള ഓരോ നമ്പറുകളും നമ്മുടെ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ 3 does not divides 10 ആയതുകൊണ്ട് നമുക്ക് അതും ക്ലാസ് ഇക്വേഷൻ ആവാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും ഒഴിവാക്കി കളയാം. ഇനി ഓപ്ഷൻ ബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് D5 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഇക്വേഷൻ ആണ്, അല്ലെ? D5ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 1 + 2 + 2 + 5 ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ എലമെന്റ്സുകളും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം D5ന്റെ ക്ലാസ് ഇക്വേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി നമുക്ക് എന്തായിരിക്കും? റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും.
ഇനി നമുക്ക് വേണ്ടത് ഓപ്ഷൻ ഡിയുടെ കാര്യമാണ്. ഓപ്ഷൻ ഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, എല്ലാ എലമെൻസുകളും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള കാര്യം എന്താണ്? 1+1+ അങ്ങനെ ടോട്ടൽ എത്ര വണ്ണുകൾ നമ്മുടെ ക്ലാസ് ഇക്വേഷനകത്തുണ്ട്? 5 വണ്ണുകളാണ് നമ്മുടെ ക്ലാസ് ഇക്വേഷനകത്തുള്ളത്. അപ്പോൾ 5 വണ്ണുകൾ ക്ലാസ് ഇക്വേഷനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിനകത്ത് എത്ര എലമെൻസുകൾ ഉണ്ടെന്ന് പറയാം? 5 എലമെൻസുകൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ സെൻറ്ററിനകത്ത് 5 എലമെൻസ് ആണ്. ഗ്രൂപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഓർഡർ 10 ആണ്. അങ്ങനെയാണെങ്കിൽ G/Z(G) എന്ന് പറയുന്ന നമ്മുടെ കോഷ്യൻ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ കോഷ്യൻ ഗ്രൂപ്പിൻ്റെ ഓർഡർ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ഓർഡർ ഓഫ് G/ഓർഡർ ഓഫ് Z(G) എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? നമുക്ക് 10/5 = 2 ആണ്. അതായത് G/Z(G) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2 ആയതുകൊണ്ട് തന്നെ അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. അപ്പോൾ G/Z(G) ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്കറിയാം G/Z(G) സൈക്ലിക് ആണെങ്കിൽ എന്ത് വരുന്നുണ്ടാവും? G എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം അല്ലേ? അതായത് G/Z(G) സൈക്ലിക് ഇംപ്ലൈസ് G എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അബീലിയൻ ഗ്രൂപ്പ് ആയിരുന്നു എങ്കിൽ, G ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരുന്നു എങ്കിൽ അതിൻ്റെ എല്ലാ എലമെൻസുകളും ക്ലാസ് ഇക്വേഷനകത്തുള്ള എല്ലാ എലമെൻസുകളും എന്താവുമായിരുന്നു? 1 ആവുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാ എലമെൻസുകളും 1 അല്ല. അപ്പോൾ അത് നമുക്കൊരു പോസിബിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവാക്കാം. കാരണം ഇവിടെ നമ്പർ ഓഫ് വണ്ണുകളുടെ എണ്ണം 5 ആണ്. അതായത് സെൻറ്ററിനകത്ത് 5 എലമെൻസുകൾ ഉണ്ട്. അപ്പോൾ G/Z(G) എന്ന് പറയുന്നത് ഒരു 2 ഓർഡർ ഗ്രൂപ്പ് ആയിരിക്കും, സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. G/Z(G) സൈക്ലിക് ആണെങ്കിൽ G എന്ന് പറയുന്ന ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. G അബീലിയൻ ആയിരുന്നു എങ്കിൽ എല്ലാ എലമെൻസുകളും, അതായത് ക്ലാസ് ഇക്വേഷനകത്തുള്ള എല്ലാ എലമെൻസുകളും എന്താവുമായിരുന്നു? നമുക്ക് 1 ആവുമായിരുന്നു. സോ ഓപ്ഷൻ ഡിയും നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വരുന്ന എന്താണ്? A5 സിമ്പിൾ ആണോ എന്നുള്ളത്. ശരിയാണ്, A5 സിമ്പിൾ ആണ്. An സിമ്പിൾ ആയിരിക്കും എപ്പോൾ? n > or = 5. n > or = 5 എടുത്തു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്രൂപ്പ് ആയിരിക്കും. സോ ഓപ്ഷൻ എ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി ഓപ്ഷൻ ബി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ A4, അതായത് അതിൻ്റെ താഴെയുള്ളതൊന്നും നമുക്ക് എന്തല്ല? സിമ്പിൾ അല്ല. ഫസ്റ്റ് സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? An, അതായത് ഓർഡർ 60 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഓർഡർ 60ലാണ് നമുക്ക് ഫസ്റ്റ് സിമ്പിൾ ഗ്രൂപ്പ് വരുന്നുണ്ടാവുക. അപ്പോൾ അത് A5 ആയിരിക്കും നമുക്ക് ഫസ്റ്റ് സിമ്പിൾ ഗ്രൂപ്പ് ഓർഡർ 60. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ 60 ആയിട്ടുള്ള ഗ്രൂപ്പുകളല്ല. A4 ഓർഡർ 60 അല്ല, S3 ഓർഡർ 60 അല്ല, S4 ഓർഡർ 60 അല്ല. ഇനി അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ A4ന് നമുക്ക് പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. പ്ലെയിൻ 4നോട് ഐസോമോർഫിക് ആയിക്കൊണ്ടുള്ള ഒരു നോർമൽ സബ് ഗ്രൂപ്പ് നമുക്ക് A4ന് ഉണ്ടാവും. S3 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് A3 ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. S4 എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് A4 ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നിട്ടുണ്ടാവുക. അതായത് ഈ തന്നിട്ടുള്ളവയിൽ A5 മാത്രമാണ് സിമ്പിൾ ഗ്രൂപ്പായിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇത് നമുക്ക് ഓർഡർ ബേസിലും പറയാം. 60 ഓർഡറിൻ്റെ താഴെയുള്ള ഗ്രൂപ്പുകളൊന്നും നമുക്ക് സിമ്പിൾ ആവില്ല എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മാക്സിയോണിൻ്റെ ടെസ്റ്റ് സീരീസ് ബാച്ചുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് 2 ബാച്ചുകളാണുള്ളത്. ഒന്ന് എക്സ്ട്രാ മൈൽ ബാച്ചും മറ്റൊന്ന് സ്പ്രിൻറ്റ് ബാച്ചും. എക്സ്ട്രാ മൈൽ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് 30 ദിവസത്തെ എക്സാമിനകത്ത് നിങ്ങൾക്ക് ഡെയിലി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇനി സ്പ്രിൻറ്റ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആൻസർ കീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മെൻറ്റർ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവില്ല. ഒരു എക്സാം മാത്രം മതി എന്നുള്ള രീതിയിൽ, എക്സാം ആൻസർ കീ മാത്രം മതി എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിൻറ്റ് ബാച്ച് ചൂസ് ചെയ്യാം. അതല്ല സൊല്യൂഷൻസും കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൾറെഡി നമ്മുടെ HST എക്സാം എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് നമുക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത്, നമ്മുടെ മാക്സിയോണിൻ്റെ വെബ്സൈറ്റിനകത്ത് സെയിം ഇൻ്റർഫേസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ എക്സാമിൻ്റെ ഇൻ്റർഫേസ് വെച്ചുകൊണ്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓരോ ദിവസവും നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ബാച്ചാണ് നമ്മുടെ മാക്സിയോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ തന്നിട്ടുള്ള നമ്പറുകളിലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് 2022 HSST ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മൊഡ്യൂൾ 4 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. താങ്ക്